സ്വഹാബിയായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തൗഹീദ ഞങ്ങൾ ഈ പറയുന്നത്. അത് രേഖപ്പെടുത്തി വെച്ചത് ലോകത്തെ തുല്യതയില്ലാത്ത പണ്ഡിതൻ ഇമാം നവവി റഹിമഹുല്ലാ തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിലാണ്. ഹറക്കത്തിടാത്ത അറബി വാക്യങ്ങൾ വായിക്കാൻ അറിയുന്ന മൗലവിമാരി സദസ്സിലുണ്ടോ? കടന്നു വരണം, നിങ്ങൾ നോക്കണം, ഇത് ഉറപ്പ് വരുത്തണം. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഈ മൈക്കയുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറയണം. നിങ്ങൾ കഴിയുമോ? നിങ്ങൾക്ക് ഉമ്മ പെറ്റ ആൺകുട്ടികളുണ്ടോ ഇവിടെ? ഞാൻ വെല്ലുവിളിക്കുന്നു. കഴിയോ? നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? ഉസ്താദ് തെറ്റിദ്ധരിച്ചതാണ്, ഉസ്താദ് പഠിച്ചു ധരിച്ചത് തെറ്റിദ്ധരിച്ചതല്ല. കഴിഞ്ഞോ? ഇത് ഒരു സഹാബി. ഇനി ഞാൻ സഹാബികളിൽ നിന്ന് മാറുന്നു, താബിഈകളിലേക്ക് കടക്കുന്നു. താബിഈകളുടെ പ്രമുഖ നേതാവ്, സ്വഹീഹുൽ ബുഖാരിയിൽ 18 തവണ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി, സ്വഹീഹ് മുസ്ലിമിൽ 32 തവണ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി ആരാ? മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ. ഹിജ്റ 30-ൽ ജീവിച്ച മഹാപണ്ഡിതൻ, ഒട്ടേറെ സ്വഹാബികളെ നേരിൽ കണ്ട പണ്ഡിതൻ, ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദായ, ഇമാം മാലിക് തങ്ങളുടെ ഉസ്താദായ ഇമാം ഇബ്നുൽ മുൻകദിർ തങ്ങൾ. സ്വഹീഹുൽ ബുഖാരിയുടെ ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരിൽപ്പെട്ടവർ ഇബ്നുൽ മുൻകദിർ തങ്ങൾ മദീനത്തെ പള്ളിയിലെ മുദർരിസാണ്. ഒരു ദിവസം ദർസ് നടത്തുന്നു. കാന ഇബ്നുൽ മുൻകദിർ യജ്ലിസു മഅ അസ്ഹാബിഹി ഫകാന യുസീബുഹു സുമാതുൻ. മഹാനവറുകൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, പ്രയാസമുണ്ടാകുന്നു. ഫകാന യഖൂമു ഹത്താ ഹുവ കമാ ഹുവ. ആ രൂപത്തിൽ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. നേരെ പോയത് എങ്ങോട്ടാ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കലേക്ക് പോകുന്നു. അവിടെ ചെല്ലുന്നു. എന്നിട്ടോ കുറെ സമയം അവിടെ ചെലവഴിക്കുന്നു. തിരിച്ചു പോന്നു. തിരിച്ചു പോന്നു. ശിഷ്യന്മാര് ചോദിച്ചു, എന്തേ ഉസ്താദെ ഉണ്ടായത്? മഹാനവറുകൾ പറയുന്ന മറുപടി, ഫഖാല ഇന്നഹു യുസീബുനി ഖതറുൻ. എനിക്ക് പ്രയാസം എന്നെ പിടികൂടുന്നു. ഫഇദാ വജത്തു ദാലിക. അങ്ങനെ എനിക്ക് പ്രയാസമുണ്ടായാൽ ഇസ്തഅൻതു ബിഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ പ്രയാസം തീരാൻ വേണ്ടി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കൽ പോയി ആ റസൂലിനോട് സഹായം തേടുന്നു. പറയുന്നത് ആരാ? ഇബ്നുൽ മുൻകദിർ തങ്ങൾ. മുജാഹിദുകളുടെ ഭാഷയിൽ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകം വിശ്വാസ കാര്യങ്ങൾ എൻ്റെ കൈവശമുണ്ട്. ഷിർക്കാണ് എഴുതി വച്ചിരിക്കുന്നു. ഇസ്ലാഹി മാസിക പറയുന്നതോ അവൻ ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്, മുശ്രിക്കാണ്. ഈ പുസ്തകം അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ എഴുതിയ പുസ്തകം, കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകം. ഇതിൽ പറയുന്നു കൊടിയ ഷിർക്കാണ്, വ്യക്തമായ ഷിർക്കാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇമാം ഇബ്നുൽ മുൻകദിർ മുശ്രിക്കായോ? നിങ്ങൾ, എനിക്കറിയാം ഇവിടെ നിന്ന് നിങ്ങൾ ഇത് സമ്മതിക്കില്ലെങ്കിലും ഇന്ന് ഉറങ്ങുമ്പോൾ നിങ്ങൾ നെഞ്ചത്ത് കൈവെക്കുമെന്ന് എനിക്കറിയാം. ഈ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന പ്രവണത നിർത്താൻ സമയമായിരിക്കുന്നു. ഈ ഇബ്നുൽ മുൻകദിർ ബുഖാരിയുടെ ഉസ്താദുമാരിൽപ്പെട്ടവർ മുശ്രിക്കായോ കാഫിറായോ? ഇത് സലഫു സാലിഹല്ലേ? എന്താണ് നിങ്ങൾ കേൾക്കുന്നത്? എന്താണ് നിങ്ങൾ പറയുന്നത്? ഇവർ മുശ്രിക്കായി എന്നാണോ വാദം? എന്നാലും മുജാഹിദ് രക്ഷപ്പെടുന്നില്ല. എന്തേ കാര്യം എന്നറിയോ? ഈ ഇമാം ഇബ്നുൽ മുൻകദിറിൽ നിന്ന് 18 തവണ ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരി, മുശ്രിക്കിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച ബുഖാരിയെ മുജാഹിദിനെ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ ഇമാം ബുഖാരിക്ക് അറിയാം റസൂലുള്ളാഹിന്റെ ജാറത്തിങ്ക പോയി തേടിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല, മുശ്രിക്കാവൂല എന്ന് ഇമാം ബുഖാരി മനസ്സിലാക്കി. ഇമാം മുസ്ലിം മനസ്സിലാക്കി. 32 തവണ ഹദീസ് ഉദ്ധരിച്ചു സ്വഹീഹ് മുസ്ലിമിൽ. ഇത് ശിർക്കിന്റെ പ്രവർത്തനമല്ല, ഹറാമായ പ്രവർത്തനമല്ല, കാഫിറാകുന്ന പ്രവർത്തനമല്ല. ലോക മുസ്ലിമീങ്ങൾ പഠിപ്പിക്കുന്നു. ഇത് ഉദ്ധരിച്ചത് സമസ്തയുടെ ബുക്കിലല്ല. നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, ബിദഈകൾക്ക് സ്വീകാര്യനായ ഹാഫിളുദ് ദഹബിയുടെ സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിലാണ്. അതിന്റെ 3-ാം വാള്യമാണ് എൻ്റെ കയ്യിൽ. 100 എണ്ണം പറയാൻ എനിക്ക് കഴിയും. ഞാൻ ഒന്നുകൂടി പറയാ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കേരളത്തിലെ 7-ാം സമ്മേളന സുവനീറിൽ മുജാഹിദ് എഴുതിയതെന്താ? ഇതുപോലത്തെ ഒരു പണ്ഡിതൻ വന്നിട്ടില്ല എന്നല്ലേ. ആ ഷാഫി ഇമാമിന്റെ അവസ്ഥ എന്താ? ഇമാം ഷാഫി ജനിച്ചത് ഹിജ്റ 150-ലാണ്. ആ ദിവസമാണ് ഇമാം അബു ഹനീഫ തങ്ങൾ വഫാത്താകുന്നത്. രണ്ടുപേരും കണ്ടിട്ടില്ല. അബു ഹനീഫ ഇമാമിന്റെ ജാറം എവിടെ? ബഗ്ദാദിലാ ഉള്ളത്. ഷാഫി ഇമാം ബഗ്ദാദിൽ വരുമ്പോ മഹാനവറുകൾ പറയുന്നു, ഇന്നി ലഅതബറകു ബി അബി ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി. ഞാൻ അബു ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ പോകുന്നു, അവിടെ പോയി ഞാൻ ബറക്കത്ത് എടുക്കുന്നു. കേരളത്തിലെ മുജാഹിദ് പറഞ്ഞത് എന്താ? ഖബറിങ്കൽ ചെന്ന് ബറക്കത്ത് എടുക്കുന്നത് ശിർക്കാണ്. ഇമാം ഷാഫി മുശ്രിക്കായോ? ഇമാം ഷാഫി കാഫിറായോ? ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല,
തൗഹീദ് അറിയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കൽ ചെന്ന് ഞാൻ ബറക്കത്ത് എടുക്കുന്നു. മാത്രമല്ല ഫൈദാ അറളത് ലി ഹാജത്തുൻ, എനിക്ക് പ്രത്യേകം വല്ല ആവശ്യവും ഉണ്ടായാൽ, ആഗ്രഹ സഫലീകരണം ഉണ്ടായാൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? സ്വല്ലൈതു റകഅതൈനി, ഞാൻ 2 റകഅത്ത് നിസ്കരിക്കും. നിസ്കരിച്ചിട്ട് ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നേരിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ചോദിക്കൂല. ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ? വജിഅതു ഇലാ ഖബരിഹി, അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കലേക്ക് ഞാൻ പോകുന്നു. ജാറത്തിങ്കൽ ചെന്നുകൊണ്ട് വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, അവിടെ വെച്ച് ഞാൻ ദുആ ചെയ്യുന്നു. അങ്ങനെ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ ചെന്ന് ബറക്കത്തെടുക്കുകയും അവിടെ വെച്ച് ദുആ നടത്തുകയും ചെയ്താൽ ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ലാ, എന്റെ ഉദ്ദേശ്യം നിറവേറാതിരുന്നിട്ടില്ല. പറയുന്നതാരാ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 10 ലക്ഷത്തോളം ഹദീസ് പാണ്ഡിത്യമുള്ള ലോക പ്രശസ്ത പണ്ഡിതൻ. കേരളത്തിലെ മുജാഹിദ് എഴുതിയതോ? അങ്ങനെ ജാറത്തിങ്കൽ പോയി ആഗ്രഹ സഫലീകരണത്തിന് പോയാൽ അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്, അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാണ്. മഅദല്ലാ. ഷാഫി ഇമാം ക്രിസ്ത്യാനിയായോ? ഷാഫി ഇമാം മുശ്രിക്കായോ? നിങ്ങൾ ഏത് സലഫിനെയാണ് നിങ്ങൾ പിന്തുടരുന്നത്? നിങ്ങൾ സലഫി എന്ന പേരിട്ടത് കൊണ്ട് മാത്രം അവര് സഹോദരന്മാരെ സലഫിയാകൂല. ഷാഫി ഇമാം പഠിപ്പിക്കുന്ന തൗഹീദാണിത്. നിങ്ങൾക്കറിയോ, ഇമാം അബൂ ഹനീഫ മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തവർ, ആരംഭ റസൂലിന്റെ ജാറത്തിങ്കൽ എത്തിയിട്ട് പറയുന്നത് എന്താ? അവിടെ സിയാറത്തിന് ചെന്നപ്പോ പറഞ്ഞു, നബിയേ യാ സയ്യിദ സാദാത്തി ജിഅ്തുക ഖാസിദാ, നബിയേ ഞാൻ അങ്ങയെ ഉദ്ദേശിച്ചു വന്നതാണ് നബിയേ. എന്താണ് എനിക്ക് എൻ്റെ ആഗ്രഹം? അർജു റിളാക വഅഹ്തമി ബിഹിമാക, ഞാൻ അങ്ങയുടെ പൊരുത്തം തേടുന്നു നബിയേ, ഞാൻ അങ്ങയുടെ തൃപ്തി കാംക്ഷിക്കുന്നു നബിയേ. അബൂ ഹനീഫ ഇമാം മുശ്രിക്കായോ? കാഫിറായോ? നിങ്ങൾ ചിന്തിക്കണം. ഇമാം മാലിക് തങ്ങൾ മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ടവരല്ലേ? രണ്ടാമത്തെ ഇമാമല്ലേ? അദ്ദേഹത്തോട് ഭരണാധികാരിയായ ഖലീഫ വന്നുകൊണ്ട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? അബൂ മൻസൂർ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി വന്ന് ചോദിക്കുന്നു. ദീർഘമായ ചർച്ചയാണ്. അവസാനം അയാൾ ചോദിച്ചു, അല്ല ഇമാം മാലികേ, ഞാൻ ഇവിടെ വെച്ച് ദുആ ചെയ്യുമ്പോ അസ്തഖ്ബിലു റസൂലല്ലാഹി വഅദഉ അം അസ്തദ്ബിറു അം അസ്തഖ്ബിലുൽ ഖിബ്ലത, ഞാൻ കഅബയിലേക്ക് തിരിയണോ ഖിബ്ലയിലേക്ക് തിരിയണോ അതല്ല റസൂലിലേക്ക് തിരിയണോ? മദീനയിൽ പോയവർക്കറിയാലോ, റസൂലിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പിൻഭാഗം കഅബയിലേക്കായിരിക്കും, ഖിബ്ലയിലേക്ക് തിരിഞ്ഞാലോ നമ്മുടെ പിൻഭാഗം റസൂലുള്ളാഹിയിലേക്കായിരിക്കും. ഞാൻ എങ്ങോട്ടാ തിരിയേണ്ടത്? ഇമാം മാലിക്കിനോട് ചോദിക്കുമ്പോ മാലിക് ഇമാം പറയുന്ന മറുപടി എന്താ? ലിമ തസ്രിഫു വജ്ഹക അൻഹു, ആരംഭ റസൂലിനെ തൊട്ട് നിങ്ങൾ എന്തിനാണ് മുഖം തിരിക്കുന്നത്? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം, നിങ്ങളുടെയും നിങ്ങളുടെ ആദ്യ പിതാവ് ആദം നബിയുടെയും മധ്യവർത്തിയാണല്ലോ ആരംഭ റസൂലുള്ളാഹി. അതുകൊണ്ട് റസൂലിലേക്ക് തിരിഞ്ഞോളൂ. ബൽ ഇസ്തഖ്ബിൽഹു, റസൂലിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. വസ്തശ്ഫിഉ ബിഹി, റസൂലിനോട് ശഫാഅത്ത് തേടിക്കോളൂ. മാലിക് ഇമാം പറയുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നതോ അത് ശിർക്കാണ്, അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാണ്. നമ്മൾ ആരെ പിന്തുടരണം? ഏത് സലഫാ നിങ്ങളെ കൂടെ ഉള്ളത്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. കഴിഞ്ഞോ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ ആരാ? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതൻ. ഇവരുടെ നേതാവ് ഇബ്നു തൈമിയ, അവർ ഇമാമായി അംഗീകരിച്ച പണ്ഡിതൻ, ഹജ്ജിന് പോവുകയാണ്. അദ്ദേഹം 3 തവണ ഹജ്ജിന് നടന്നു പോകുന്നു. ഒരു തവണ നടന്നു പോകുമ്പോൾ വഴിതെറ്റി. മഹാൻ തന്നെ പറയുന്നു, ഹാഫിള് ഇബ്നു കസീർ രേഖപ്പെടുത്തി വെക്കുന്നു, ഫളലൽതു ഫി ബഅളിഹാ അത്വരീഖ, ഞാൻ ചില യാത്രയിൽ അനിത്വരീഖി, ഞാൻ ചില യാത്രയിൽ വഴിതെറ്റി. വാനമാശി നടക്കുകയാണ്, വഴി അറിയാൻ ഒരു മാർഗവുമില്ല, തനിച്ചാണ്, ഒരു സഹായവും അവിടെ ഇല്ല. ഫജഅൽതു അഖൂലു, വഴി കിട്ടാത്ത ഞാൻ പറഞ്ഞതെന്താ? യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, അല്ലാഹുവിന്റെ അടിയാറുകളെ, എനിക്ക് വഴി അറിയിച്ചു തരണമേ. ഇസ്തിഗാസ ചെയ്യുന്നു. മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്ക്. അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കായോ? കാഫിറായോ? എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ഏത് സലഫിന്റെ കൂടെയാ ഉള്ളത്? മുജാഹിദ് പ്രസ്ഥാനം സഹോദര നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു. മുജാഹിദ് പ്രവർത്തകരെ സാധാരണക്കാരായ മുഴുവൻ മുജാഹിദുകളെയും പറ്റിച്ചിരിക്കുന്നു. സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദല്ല മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമല്ല കേരളത്തിലെ വഹാബികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്ക് നിങ്ങൾ, ഹിജ്റ 346 വഫാത്തായ അല്ലാമ മസ്ഊദി
എഴുതിയ ഗ്രന്ഥമാണിത്, മുറൂജുൽ ദഹബ്. നിങ്ങൾ ഓർക്കണം, 1100 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട കിതാബ്. അതിൽ രേഖപ്പെടുത്തി വെച്ച ഒരു സംഭവമുണ്ട്. എന്താ? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിലേക്ക് ഒരു ഗവർണറെ നിശ്ചയിക്കുന്നു. സിയാദ് എന്ന് പറയുന്ന ഒരു ഗവർണറെ നിശ്ചയിക്കുന്നു. ആ ഗവർണർ അങ്ങേയറ്റം ക്രൂരനാണ്, അക്രമകാരിയാണ്. അവർക്കെല്ലാവർക്കും അറിയാം. അയാളുടെ ശർറ് ഇല്ലാതെയാവാനുള്ള പരിഹാരം എന്താ? സ്വഹാബത്ത് മുശാവറ ചെയ്യുന്നു, കൂടിയാലോചിക്കുന്നു. മദീനയിലുള്ള മുഴുവൻ ആളുകളും അവിടെ കൂടിയാലോചന ചെയ്തെടുത്ത തീരുമാനം എന്താ? ഞാൻ പറയുന്നില്ല. ഹിജ്റ 346 വഫാത്തായ അല്ലാമ മസ്ഊദി 1100 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണിത്. സമസ്തയുടെ നേതാക്കൾ എഴുതിയതല്ല. അതിൽ എന്താ പറയുന്നത്? മദീനയിലുള്ള സ്വഹാബികൾ, അവിടെയുള്ള താബിഉകൾ, അവിടെയുള്ള കുട്ടികൾ, അവിടെയുള്ള മുതിർന്നവർ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. എവിടെ? ആരംഭ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ. ഈ അക്രമകാരിയായ ഗവർണറുടെ ശല്യം ഒഴിവായി കിട്ടാൻ അവർ സ്വീകരിച്ച നിലപാട് നിങ്ങൾ ഓർക്കണം. മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയാണ്. അല്ലാഹുവിലേക്ക് അവർ താഴ്മ ചെയ്യുന്നു. എന്നിട്ടോ മദീനത്തെ പള്ളിയിൽ ഒരു ഭാഗത്തുള്ള ആരംഭ റസൂലിന്റെ ഖബർ ഷരീഫിനെ അഭയ കേന്ദ്രമാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആരംഭ റസൂലിന്റെ ജാറത്തിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം. 3 ദിവസം സ്വഹാബത്ത് ചെയ്തു. എന്തുണ്ടായി? അതിന്റെ ഫലം, ആ ഭരണാധികാരി, ആ ഗവർണറുടെ കയ്യിൽ മുഴ പൊന്തി. അത് ക്യാൻസറായി. വൈകാതെ അയാൾ മരണപ്പെട്ടു. ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നതോ, ഉദ്ദേശ്യ സാഫല്യത്തിന് ജാറത്തിങ്കലിൽ പോയാൽ അവൻ ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്, അവൻ മുശ്രിക്കാണ് എന്ന് പറഞ്ഞെങ്കിൽ ഈ സ്വഹാബികളൊക്കെ മുശ്രിക്കായോ? ഇവരൊക്കെ കാഫിറായോ? താബിഈകളൊക്കെ ഇസ്ലാം നിന്ന് പുറത്തു പോയോ? ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് അറിയുമോ? സിമത്തുർ നുജൂം നോക്കിക്കോ, കിതാബു സ്വില നോക്കിക്കോ, കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന സ്വഹാബി വര്യൻ, മുത്തബിഉ സുന്ന എന്ന ഖ്യാതി നേടിയ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത്. പറയൂ നിങ്ങൾ, ഇവരൊക്കെ മുശ്രിക്കാണോ? നിങ്ങൾ സലഫ് പേരിന് ചൊർക്ക് നല്ല ഭംഗിക്ക് നല്ലതാ പറയാൻ. പക്ഷെ ആചാരങ്ങളിൽ സലഫു സ്വാലിഹികൾ ചെയ്ത ഒരെണ്ണം ഇല്ലേ ഇല്ല. കേരളത്തിലെ മുജാഹിദ് ചെയ്യുന്നില്ല. ഒരു സാമ്പിളിന് ഒന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏതെടുത്താലും അങ്ങനെയാണ്. ഇനി നിസ്കാരം വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമുഅ ഖുതുബ മലയാളത്തിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഇല്ല, സലഫു സ്വാലിഹികൾ ചെയ്തിട്ടില്ല. 1300 കൊല്ലക്കാലം ചെയ്തിട്ടില്ല. സ്ത്രീകളെ ജുമുഅ ജമാഅത്ത് എടുത്തോളൂ. വീട്ടിലും ഉത്തമമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക നിയമത്തെ മറികടന്നുകൊണ്ട് സ്ത്രീകളെ പള്ളിയിലേക്ക് ആട്ടി തെളിയിച്ചു കൊണ്ടുപോയ സംഭവം ഇല്ലേ ഇല്ല. സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, താബിഈ പഠിപ്പിച്ചിട്ടില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പുള്ള, വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഖുത്ബയുടെ മുമ്പുള്ള 2ാം ബാങ്ക് നിങ്ങൾക്കറിയോ? സലഫുകളുടെ രീതി എന്താ? സ്വഹാബികളല്ലേ സലഫിൽ പ്രധാനി. ഉസ്മാനു ഫിൽ ജന്ന, ആരംഭ റസൂൽ പഠിപ്പിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2ാം ബാങ്ക് കൊടുത്ത് ഇതാ ജനങ്ങൾ വർദ്ധിച്ചപ്പോ 2ാം ബാങ്ക് കൊടുക്കുന്നു. സ്വഹീഹുൽ ബുഖാരി നോക്കിക്കോ, 916 നമ്പർ ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ കാണാം. അവിടെ കൊടുക്കുന്നു ഫസബതൽ അംറു അലാ ദാലിക. മുസ്ലിം ലോകത്ത് അത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു പോയി. എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്. മക്കയിൽ അങ്ങനെയാണ്, മദീനയിൽ അങ്ങനെയാണ്, സൗദി അറേബ്യയിൽ അങ്ങനെയാണ്, മിസ്രിൽ അങ്ങനെയാണ്, ഇന്തോനേഷ്യയിൽ അങ്ങനെയാണ്, ഫലസ്തീനിൽ അങ്ങനെയാണ്, ജോർദാനിൽ അങ്ങനെയാണ്, UAE അങ്ങനെയാണ്, ബഹ്റൈനിലും ഖത്തറിലും ഒമാനിലും ഈ പറഞ്ഞ 10 രാഷ്ട്രങ്ങളോളം ഉണ്ട്. ഞാൻ തന്നെ പോയത്, എനിക്കറിയാം. അവിടെയൊക്കെ ജുമുഅക്ക് മുമ്പ്, ഖുതുബയുടെ മുമ്പ് 2ാം ബാങ്കുണ്ട്. 2 ബാങ്കാണ്. കേരളത്തിലെ മുജാഹിദുകൾ ഞങ്ങൾ സലഫുകളാണ് എന്ന് പറഞ്ഞ് നടന്നാ പോരാ. അവർ ചെയ്ത പഠിപ്പിച്ച ആചാരം കൈയൊടിച്ചവരാണ്. മുജാഹിദ് പറയുന്നത് എന്താ? ആ ബാങ്ക് കൊടുത്തവൻ നരകത്തിലേക്ക് പോകുന്നവരാണ്. അത് അനാചാരാണ്. അത് അനാചാരം ചെയ്താലോ നരകത്തേക്ക് പോകും. അപ്പൊ ആരൊക്കെ നരകത്തേക്ക് പോകേണ്ടി വരും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നരകത്തിലേക്ക് പോകേണ്ടി വരും. അതിന് അംഗീകാരം കൊടുത്ത പരശതം സ്വഹാബികൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. താബിഈകൾ ഏതായാലും അവർ നരകത്തിൽ തന്നെ. മദ്ഹബിന്റെ ഇമാമുകളും 1300-350 കൊല്ലം ജീവിച്ച ഇമാമുകളൊക്കെ
മുസ്ലിമീങ്ങളൊക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരും. ഏത് സലഫാ നിങ്ങളുടെ കൂടെ ഉള്ളത്? തൊള്ളക്ക് നല്ല സുഖാണത് പറയാൻ, ഉറക്ക് കിട്ടാനും സമാധാനാണ്. പക്ഷേ പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ഏത് വിഷയമെടുത്തോളൂ, പൂർവീകർ പഠിപ്പിച്ച പാരമ്പര്യവും ആ പൈതൃകവും അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെയാണ്. ഞങ്ങൾ സലഫികളാണ്, നിങ്ങൾ സലഫി നഗർന്ന് ബോർഡ് വെക്കാം. അതല്ലാതെ സലഫ് എന്ന് പറയുന്ന സലഫുകൾ ചെയ്ത പ്രവർത്തനവുമായി ഒരു ബന്ധവും നിങ്ങൾക്കില്ലേ ഇല്ല. നിങ്ങളെ ചോദ്യകർത്താവിനെയും സാധുക്കളായ വിവരമില്ലാത്ത സാധാരണക്കാരായ മുജാഹിദുകളെയും ഈ മൗലവിമാർ പറ്റിച്ചതാണ്. നിങ്ങൾ ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടണം എന്നാണ് നിങ്ങളോടും എല്ലാ മുജാഹിദുകളോടും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ചന്ദനക്കുടം ഹലാലാണോ ഹറാമാണോ? ഉറൂസല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആനയും അമ്പാടിയും അതേപോലെ തന്നെ ചെണ്ടമേളവുമുള്ള ചന്ദനക്കുടം ഹലാലാണോ ഹറാമാണോ? തീർച്ചയായും ചെണ്ടയും അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏത് കാര്യങ്ങളും ഹറാമ് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ ചോദ്യം, തോട്ടുമുഖം ചന്ദനക്കുടം, ആനയും അമ്പാടിയും ചെണ്ടമേളവുമുള്ള ചന്ദനക്കുടമാണ് വർഷങ്ങളായിട്ട് നടന്നു വരുന്നത്. അവിടെ ദുആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് ഇത്രയും നേരം ഈ സ്റ്റേജിലിരുന്ന ഒരു മുസ്ലിയാരാണ് ദുആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ മുഴത്തോട് മുഴമായും ചാനോട് ചാനായും പിൻപറ്റുന്നു എന്ന് പറയുന്ന ആളുകളിൽപ്പെട്ട ആളുടെ പേര് പറയണമെങ്കിൽ പരസ്യമായിട്ട് പറയാം, അത് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. നമ്മുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയാണ് നിങ്ങളും പറഞ്ഞത്. പണ്ഡിതൻ നേതൃത്വം നൽകിയത് ദുആ സമ്മേളനത്തിലാണ് എന്ന് നിങ്ങൾ കൃത്യമായി പറഞ്ഞു. അപ്പോൾ ഏതായാലും ആ ദുആ സമ്മേളനത്തിൽ പങ്കെടുത്ത പണ്ഡിതനും എല്ലാവരും, അയാളിപ്പോൾ അവിടെ അങ്ങനെ നടക്കുന്ന ചണ്ടൻ ചിലപ്പോൾ അറിയണമെന്നില്ല. എങ്ങനെ നമുക്ക് പറയാനുള്ളത്, അത് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല. അത് തീർത്ത് ഞങ്ങൾ പറയുന്നു, ചെണ്ടയും അതുപോലെയുള്ള ബാൻഡ് കാര്യങ്ങളുള്ള മുഴുവൻ പരിപാടികളും ഹറാമ് തന്നെയാണ്. ഞങ്ങൾക്കതിൽ തർക്കമില്ല. ആ വിഷയത്തിൽ തർക്കിക്കേണ്ട കാര്യവുമില്ല, ഹറാമാണെന്ന് നമ്മൾ തീർത്തു പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇവിടെ ഇത്രയും നേരം ചാനോട് ചാനായി പറയട്ടെ, ഞാൻ പറഞ്ഞു അത് ഹറാമാണ്. അതിൽ വ്യക്തിപരമായ ചർച്ചകൾക്ക് നമുക്കില്ല, അത് യാതൊരു സ്ഥാനമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും ചെയ്തത് ആര് എന്നതല്ല വിഷയം. ഇത് കൃത്യമായി നമ്മൾ ഇവിടെ നിന്നും പറയാണ്, എല്ലാ സദസ്സിൽ നിന്നും നമ്മൾ പറയലുണ്ട്. അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ആണ്ട് നേർച്ച അത് നമ്മൾ നടത്തും. അതെങ്ങനെ? ഖുർആൻ ഓതിയിട്ട് അന്നദാനം നടത്തിയിട്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹലാലായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അതിലപ്പുറം ദുആ സമ്മേളനം നടത്തിക്കൊണ്ട്, അതിനപ്പുറം ഏത് ആൾ എവിടെ നടത്തിയാലും തെറ്റാണ്, ഹറാമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദർശപരമായ ചോദ്യങ്ങൾ വേറെ ചോദിക്കാവുന്നു. മുജാഹിദിന് തെളിവായിട്ട് നിങ്ങൾ KM മൗലവിയുടെയും ഉമർ മൗലവിയുടെയും ഒക്കെ ലേഖനങ്ങളും വാക്കുകളും ഒക്കെ ഉദ്ധരിച്ചു. അപ്പൊ ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഈ തവണത്തെ ചന്ദനക്കുടത്തിന് ദുആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് വേണമെങ്കിൽ ഞാൻ പറയാം. ഈ സ്റ്റേജില് ഇതിന് നേതൃത്വം കൊടുക്കുന്ന, മുഖാമുഖത്തിന് നേതൃത്വം കൊടുക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ ഇതാണ് എന്ന് പറയുന്ന ആളുകളിൽപ്പെട്ട ദുആ സമ്മേളനം ചന്ദനക്കുടത്തോടനുബന്ധിച്ചുണ്ടായ ദുആ സമ്മേളനം, അല്ലാതെ വെറും ദുആ സമ്മേളനം അല്ല, ചന്ദനക്കുട മഹാമഹത്തോടനുബന്ധിച്ചുണ്ടായ പോയില്ലല്ലോ. അപ്പോഴേക്ക് സംശയമുള്ളൂ, ചെണ്ട കൊട്ടായി പണ്ഡിതൻ പോയോ? ചന്ത കൊട്ടാൻ എന്തായാലും പണ്ഡിതൻ അത് വീണോ. നമ്മളത് ഹറാമാണെന്ന് പറഞ്ഞു. പിന്നെ ഈ പണ്ഡിതനോട് നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ ഈ വിഷയം അറിയോ? ഞാൻ വിഷയം അറിയുമെന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കണം, നമ്മളപ്പോ ഒരാൾ വാഴത്തിന് ക്ഷണിച്ചു അല്ലെങ്കിൽ ദുആ സമ്മേളനത്തിന് ക്ഷണിച്ചു, സ്വാഭാവികമായും അവിടെ അത്തരം ഹറാമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ആ കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്തുകയും അത് നിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. തീർച്ചയായും നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദൊക്കെ തിരൂര് ഭാഗത്തുള്ള പുതിയങ്ങാടിയിലുള്ള നേർച്ചയ്ക്കെതിരെ വളരെ ശക്തമായി പ്രസംഗിച്ച് നിർത്തിയ സംഭവം വരെ ഞങ്ങൾക്കുണ്ട്. ഇൻഷാ അല്ലാ അത് നിങ്ങൾക്ക് ഞങ്ങൾ എവിടെ വെച്ചും എല്ലാ സ്ഥലത്ത് വെച്ചും ഞങ്ങൾ പറയുന്നു. അത്തരം പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ ഞങ്ങൾ അത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. അത് ഹറാമ് തന്നെയാണ്. തിരുത്താൻ വേണ്ടി ഇനിയും ശ്രമിക്കുന്നതാണ്. ആദർശപരമായ ചോദ്യങ്ങൾ ചോദിക്കാവുന്നു. ഞാൻ മുജാഹിദുകാരനോ ജമാഅത്തുകാരനോ ഒന്നുമല്ല, സാധാരണ ഒരു ചെറിയൊരു ചോദ്യം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുർആനിൽ തന്നെ പറയുന്നു. ആ അടിസ്ഥാനത്തിലുള്ള ചെറിയ ചോദ്യമാണ്. സൂറത്ത് യാസീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചപ്പെടുത്തിയ ഒരു കാര്യം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇന്നാ നഹ്നു നുഹിയൽ മൗത വ നഖ്ദുബു മാ ഖദബു വ ആദാറഹും വ കുല്ല ഷൈഇൻ അഹ്സൈനാഹും ഫീ ഇമാമിൻ മുബീൻ. തീർച്ചയായും, അതിൻ്റെ മലയാള അർത്ഥം, തീർച്ചയായും നാം മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അവരുടെ ഓരോ ചലനത്തെയും നാം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിച്ച എല്ലാ സർവ്വചരാചരങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാ ഓരോ ചലനത്തെയും അല്ലാഹു തആല അറിയുന്നു. അതായത് എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു. അങ്ങനെ അള്ളാഹു അറിയുന്ന അള്ളാഹുവിന് നമ്മുടെ എന്ത് പ്രശ്നങ്ങളും, നമ്മുടെ തെറ്റായ പ്രശ്നങ്ങളും ശരിയായ പ്രശ്നങ്ങളും ആയിക്കോട്ടെ, നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് നമ്മൾ മഹാന്മാരെ വിച്ഛേദിക്കുന്നില്ല. മഹാന്മാർ തന്നെ. മഹാന്മാരുടെ ബർക്കത്ത് തേടണോ, അല്ലെങ്കിൽ മഹാന്മാരെ കൂട്ടുപിടിക്കണോ, അല്ലെങ്കിൽ നമ്മൾ പണം കൊടുത്ത് ദുആ ചെയ്യണോ? അത് തെറ്റല്ലേ? അങ്ങനെ പണം കൊടുത്ത് ദുആ ചെയ്യുകയാണെങ്കിൽ പണക്കാരുകളായ കൂടുതൽ പണം കൊടുത്ത് സാമ്പത്തിക ശേഷിയുള്ള സ്വർഗത്തിലേക്കും സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾ നരകത്തിലേക്കും പോകുമോ? ഇത് വളരെ തെറ്റായ ഒരു സംശയമാണ്. ഇതൊരു കുറ്റപ്പെടുത്തൽ. ഓക്കെ നിങ്ങളെ ആ സംശയത്തിനാണ് നേരത്തെ ഉസ്താദ് അവർകൾ വിശദമായ മറുപടി പറഞ്ഞത്. പണമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം. അതുകൊണ്ട് റഹ്മാനായ അള്ളാഹുവിനോട് ധൈര്യമായി എല്ലാവർക്കും ചോദിക്കാം. അതേ അള്ളാഹു തആല സഹായിയാണെന്ന് നമ്മളോട് പറഞ്ഞവരോടും ചോദിക്കാം. അത്രയേ ഉള്ളൂ. അള്ളാഹു തആല സഹായിയായി ആരൊക്കെ നമുക്ക് വെച്ചു തന്നു? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ. അപ്പോൾ നിസ്കാരം നിലനിർത്തുന്ന, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും, പ്രത്യേകിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഔലിയാക്കൾ, ഇവരൊക്കെ സഹായികളാണ് എന്ന് അള്ളാഹു തന്നെ നമുക്ക് നിശ്ചയിച്ചു തന്ന സ്ഥിതിക്ക് അതും ചെയ്യാം. എല്ലാം അള്ളാഹു അനുവദിച്ചതാണ്. അതാണ് ഇമാമിങ്ങൾ ചെയ്തത്. ആ മറുപടി തന്നെയാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്ന മറുപടി. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മുസ്ലിം ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അഥവാ ആപത്തിൽ അകപ്പെടുന്ന സമയത്ത് മുഹീദ് ഷെയ്ഖിനെ വിളിച്ചും മമ്പുറത്തെ തങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ലഭിക്കുമോ? പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, സുഹൃത്ത്, ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. അഥവാ മുഹീദ്ദീൻ ഷെയ്ഖ് ഇന്ന് ഈ ലോകത്തില്ല, മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ സഹായം തേടുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹത്തിന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഓൺ ദി സ്പോട്ടിൽ ഒന്ന് സഹായിക്കാൻ കഴിയുമോ, ഇല്ലയോ? തീർച്ചയായും കഴിയും. അതല്ല ഞാൻ ചോദിച്ചത് നിങ്ങളോട്. നിങ്ങൾ ആദ്യം ഇവിടെ ഉപയോഗിച്ച ഭാഷ അവരോട് പ്രാർത്ഥിച്ചാലെന്നാണ്. ഇത് നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പല മുജാഹിദുകളും നമ്മളെ സംബന്ധിച്ച് പറയുന്നവർ ആരോപണമാണ്. നമ്മൾ മുഹയ്യദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇഖ്ഫായിയോട് പ്രാർത്ഥിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ എന്ത് എന്ന് ഇന്ന് വരെ കേരളത്തിലൊരൊറ്റ മുജാഹിദിനും മനസ്സിലായിട്ടില്ല. പ്രാർത്ഥന എന്താണ് എന്ന് പറയുന്നതിൽ അവർക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്ത് ചിന്തിച്ചു പോയത്. നിങ്ങൾ ചോദിച്ചല്ലോ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളി, അതിന് ഉസ്താദ് ഇപ്പോൾ ഒരുപാട് തെളിവ് പറഞ്ഞു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഴിയറിയാതെ കുടുങ്ങിപ്പോയപ്പോൾ ദുല്ലൂരിയല ത്വരീഖ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ആളാണ്. എനിക്ക് ആരോടാ പറഞ്ഞത്? അല്ലാഹു തആലാന്റെ ഇഷ്ടപ്പെട്ട ആ അടിമകളോട്. അതുപോലെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമ് പോകുന്നത് ഹനഫി ഇമാമിൻ്റെ ഖബറിൻ്റെ സമീപത്തേക്ക്. അപ്പം അവരൊക്കെ കേൾക്കും, അറിയും എന്ന് വെച്ചിട്ട് തന്നെയാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് സഹോദര, അതൊന്നും പ്രശ്നമല്ല. പ്രാർത്ഥന എന്ത് എന്ന് വിവക്ഷിക്കുന്നിടത്ത് പറ്റിയ ഒരു അബദ്ധമാണ് ഇത്തരം വിഷയങ്ങൾ മുജാഹിദിനുണ്ടാവാനുള്ള കാരണം. സഹായിക്കാൻ കഴിയുമോ? ഇപ്പം എനിക്ക് എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയ ഉദ്ദേശിച്ച സമയത്ത് ഞാൻ മുഹീദ് ഷെയ്ഖിനെ വിളിച്ച് സഹായം തേടിയാൽ മുഹീദ് ഷെയ്ഖിനെ ഓൺ ദി സ്പോട്ടിൽ ഒന്ന് സഹായിക്കാൻ കഴിയുമോ, ഇല്ലയോ? തീർച്ചയായും കഴിയും. അതിന് ഖുർആനിൽ നിന്നൊരു തെളിവ് പറയാമോ? ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകൾ ആ വിഷയമായിട്ടുണ്ട്. ഞാൻ ഓതിയ ആയത്ത് തന്നെ ആ വിഷയത്തിൽ തെളിവാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയുടെ 55-ാമത്തെ വചനം, ഇന്നമാ വലിയുക്കുമുല്ലാഹു, നിങ്ങളെ സഹായി അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. വറസൂലുഹു, അള്ളാഹിൻ്റെ റസൂലും സഹായിയാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ, നിസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് കൊടുക്കുന്ന പൂർണ്ണാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങളും നിങ്ങളെ സഹായിക്കും. അവ സഹായിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ സഹായം തേടിയാൽ അവർ വരും. അതുകൊണ്ടാണ് ഇമാം റാസി
അതിന് നൽകിയ വിശദീകരണം ഐ ഹാഫിദുക്കും, നിങ്ങളുടെ കാവൽക്കാർ, നിങ്ങളെ കാക്കുന്ന ആളുകൾ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വിശദീകരണം. അപ്പം അവർ കാവൽക്കാരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവരോട് കാവൽ തേടുന്നത്. ഈ പറഞ്ഞ ആയത്ത് ഇങ്ങനെ മഹാന്മാരോട് സഹായം തേടാനുള്ളതാണ് എന്നതിനേതിലും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ ഈ ആയത്തിന് നൽകിയ അർത്ഥം തന്നെ അതാണ്. ഏത്? ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ, അതിൽ നിന്ന് നമ്മൾ വായിക്കാം. അതുപോലെ അവിടുത്തെ തഫ്സീർ സ്വഗീർ എന്ന പേരിൽ അറിയപ്പെടുന്ന വേറെയും തഫ്സീറുണ്ട്. അതിൽ നിന്ന് ഞാൻ വളരെ പ്രസക്തമായ ഒരു വാക്കാണ് നിങ്ങൾക്ക് ഉദ്ധരിച്ചു തന്നത്. നിങ്ങളെ സഹായി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഐ ഹാഫിദുക്കും വനാസിറുക്കും, നിങ്ങളെ സഹായിക്കുന്ന ആൾ, നിങ്ങളെ കാവൽ ചെയ്യുന്ന ആൾ. അത് തന്നെയാണ് ഇസ്തിയാസ. നിങ്ങളുടെ കാക്കാനുള്ള ആൾ, നിങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള ആൾ അള്ളാഹുവാണ്, റസൂലാണ്, അതുപോലെ തന്നെ അവൻ്റെ അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്. അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തീർച്ചയായും അതിനൊരു കുഴപ്പമില്ല എന്നറിയിക്കും. ഈ ഇസ്തിഹാസ എന്ന പദത്തിന് പ്രാർത്ഥന എന്നല്ലാണ് അർത്ഥം എന്നാണ്. അവിടെ അതാണ് ഞാൻ ആ ചർച്ചയിലേക്ക് വരാനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഈ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ സാധാരണ ഒരുപാട് കാലമായി മുസ്ലിം സമുദായത്തെ പ്രാർത്ഥന എന്ന വാക്കിലിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടു. ഈ മൈക്കിങ്ങളായി കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, എന്നാൽ പിന്നെ നേരെ ഡയറക്റ്റ് പരിപാടിയാവുമല്ലോ. ഏതായാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഞാൻ പറയാം, നിങ്ങളെ ഇഷ്ടം. ഞാൻ പറയട്ടെ എന്താ സംഭവം. മുജാഹിദുകൾ ഒരുപാട് ആയത്തൂർ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ തുടങ്ങിയിട്ട് ഒരുപാട് ആയത്ത് മുജാഹിദ് ഓതും. ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഈ സമുദായത്തോട് പറയുന്നു, ഒരാള് ഹോട്ടലിൽ പോയി നല്ല ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുന്നതിനോട് വന്നിട്ട് ആയത്തോതാണ്. എന്ത്? കള്ളു കുടിക്കാൻ പാടില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഇവൻ കുടിക്കുന്നത് ചായയാണ്. ചായ കള്ളാക്കിയിട്ട് കള്ളു കുടിക്കരുത് എന്ന് ആയത്തോതുന്നത് പോലെയാണ് പാവപ്പെട്ട ഞങ്ങൾക്കെതിരെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അള്ളാഹുവോടെ പറ്റൂ എന്ന് പറഞ്ഞ് ആയത്തോതുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദുകൾ ഒരുപാട് ലൈനിലുണ്ടല്ലോ. എൻ്റെ ചോദ്യമാണ്, ഇസ്ലാമിൻ്റെ വീക്ഷണത്തിലുള്ള പ്രാർത്ഥന എന്താണെന്ന് പറയാൻ ആർക്കെങ്കിലും ഒരാൾക്ക് കഴിയോ? അത് കഴിയൂല. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ എന്താണ് പ്രാർത്ഥന പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഞാൻ ഒരു മൗലവിയുടെ സമീപത്ത് പോയിട്ട് ഒരു വാദപ്രതിവാദം നടത്തി, ഫൈസൽ മൗലവി എന്ന് പറയും. അപ്പം അയാളോട് വാദപ്രതിവാദത്തിന് ചെന്നു. വീട്ടിലാണ് സംഭവം. അപ്പം പ്രാർത്ഥനയായിരുന്നു വിഷയം. ഞാൻ അയാളോട് ചോദിച്ചു, പ്രാർത്ഥനയുടെ നിർവചനം ഒന്ന് പറ. ഇയാൾ പറഞ്ഞു, എനിക്കറിയാം, പക്ഷേ ഞാൻ പറയൂല എന്നാണ് അയാൾ പറഞ്ഞത്. എനിക്കറിയാം, ഞാൻ പറയൂല. എത്ര പാടുപെട്ടിട്ടും പറഞ്ഞില്ല. ഞങ്ങൾ മിനിയാന്ന് ബഹുമാനപ്പെട്ട അലവി സഖാഫിയും ഞങ്ങൾ കാരക്കുന്ന് കഴിഞ്ഞ ആഴ്ച മുഖാമുഖം നടത്തിയപ്പോൾ ജാമിയ സലഫിയിലെ വിദ്യാർത്ഥികൾ നേരിട്ട് വന്നു. അവരോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഈ പ്രാർത്ഥന അള്ളാഹിനോടെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായില്ലേ, എന്താണ് ഈ പ്രാർത്ഥന? ഓല് പറഞ്ഞു, ഞങ്ങൾ പോവാണ്, നിങ്ങൾ അതെന്നെ ചോദിക്കുകയാണ്, ഞങ്ങൾ പോവാണെന്ന്. അപ്പം ഇത് തിരിയാനുള്ള വലിയ ഒരു മാധ്യമം ഞാൻ പറഞ്ഞത്. പ്രാർത്ഥനയെ തെറ്റിദ്ധരിപ്പിക്കും. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്നതിനാണ് നിസ്കാരം എന്ന് പറയാം. അങ്ങനെ ഈ പ്രാർത്ഥന എന്താണെന്ന് അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചത്, അതാണ് നമ്മളെ വിഷയം. എങ്കിൽ ഉസ്താദേ, എനിക്ക് അപകടം പറ്റുന്ന സമയത്ത് ഞാൻ മുഹീദ് ഷെയ്ഖിനെ വിളിച്ച് സഹായം തേടലാണോ അള്ളാഹുവിനെ വിളിച്ച് സഹായം തേടലാണോ ഏറ്റവും ഉചിതം? അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അത് നിൽക്കട്ടെ. അതിന്റെ വിഷയം എന്താണെന്നറിയോ? ഈ ഉത്തമം എന്നാണല്ലോ. ഏതായാലും ഒരു കാര്യം സമ്മതിച്ചാൽ നമ്മളത് പറയും. ഏത്? മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കൽ ശിർക്കല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം നമ്മൾ പറയാം. അലീബിനെ പറയുന്നതിൽ അർത്ഥമല്ല. ശിർക്കാണോ ശിർക്കല്ലേ എന്ന ചർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെ വിഷയം എന്താ? ഒരാൾ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ അയാൾ കാഫിറാണ് എന്നാണ് ഇപ്പം ഈ സമുദായത്തോട് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പം അത് ശിർക്കല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്നാൽ ഞാനൊരു ഉത്തരം പറയാം. ഞാൻ ചോദിച്ച ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതെ, ഞാൻ ചോദിച്ചാൽ അതിലേറെ സിമ്പിളാണ്. നിങ്ങൾ അത് ശിർക്കല്ല എന്ന് മനസ്സിലായോ എന്നാ ഞാൻ ചോദിച്ചത്. ഒരിക്കലും മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ ആദ്യം അത് ബോധ്യപ്പെടുത്തി തരാം, എന്നാലേ നിങ്ങൾക്ക് ശരിയാവുള്ളൂ.
അതാണ്. അത് ശിർക്കാണോ ശിർക്കല്ലേ എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അത് ഉത്തമമാണോ ഉത്തമമല്ലേ എന്ന് ചെയ്യേണ്ടത്. അതിനാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ മനസ്സിലാക്കിയ ഈ പ്രാർത്ഥന എന്താണെന്ന് സമുദായത്തോട് പറ. ബേജാറായിട്ട് നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല, ഇതിന്റെ ഉത്തരം ഒന്ന് പറയുക. എന്താ നിങ്ങൾ മനസ്സിലാക്കിയ പ്രാർത്ഥന? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ ആൻസർ കിട്ടിയിട്ടില്ല. അതിന് നിങ്ങൾ ഇത് സമ്മതിക്കാതെ ഞാൻ ആൻസർ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയോ, ഒരു കാര്യം അത് ശിർക്കാണോ ശിർക്കല്ല എന്ന് ആദ്യം തീരുമാനിക്കേണ്ടത്, പിന്നല്ലേ ഉത്തമമാണോ ഉത്തമമല്ലേ എന്ന് ചെയ്യാം. ഉത്തമം എന്ന് പറഞ്ഞാൽ എന്താ? ചില സമയത്ത് ഉത്തമാവും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിസ്കാരത്തിൽ ഒരു അത്തഹിയാത്ത് ഓതാണ്, അവിടെ ഒരാൾ ചോദിക്കുക ഫാത്തിയല്ലേ ഉത്തമം? അല്ലല്ല, അവിടെ അത് അത്തഹിയാത്ത് തന്നെ ഓതണ്ടി. അപ്പോൾ ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളുണ്ടാവും. അതല്ല എൻ്റെ വിഷയം. ഇസ്തിഗാസ, അതായത് അമ്പിയാക്കളോട് ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നതെന്നാ നിങ്ങൾ പറഞ്ഞത്. പ്രാർത്ഥന ഞങ്ങൾ നടത്തുന്നില്ല, നിങ്ങൾക്ക് പ്രാർത്ഥന തിരിഞ്ഞിട്ടുമില്ല. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്നല്ല, ഇവിടെയുള്ള ഒരുപാട് മുജാഹിദുകൾ നേരിട്ട് വന്നിട്ടുണ്ടല്ലോ, അവരൊന്ന് പറയട്ടെ എന്താണ് ഈ പ്രാർത്ഥന അവർ മനസ്സിലാക്കിയത്. ഉസ്താദ് ഈ പറയുന്ന വാദം ഇവിടെ കേരളത്തിലെ 90% മുസ്ലിങ്ങളും ആപത്ത് ഘട്ടത്തില് മുഹീദ് ഷൈനെ വിളിച്ച് സഹായം തേടാം എന്ന് വിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞു? ഇല്ല. ഇല്ലാന്നോ? ഒന്ന് വിളിക്ക്. യാ ഷെയ്ഖ്, ആ മുഹിയുദ്ദീൻ. ഇവിടെ 90% 99% അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. വളരെ കുറഞ്ഞ ന്യൂനപക്ഷം, മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള വളരെ ന്യൂനപക്ഷം, അവര് മാത്രമാണ് ഇതിലുള്ളത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. പുറമെ നിന്ന് വന്ന ആളുകൾ തക്ബീർ വിളിച്ചിട്ട് പുറമല്ല മനുഷ്യ. ഞാൻ ചോദിക്കട്ടെ, ഈ മഹലിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ അതിനിപ്പോ ഭൂരിപക്ഷം സ്ഥിരപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറഞ്ഞത് എന്ത്, പിന്നെ ഒരാള് നിരീശ്വരവാദിയാവൽ അദ്ദേഹത്തിന് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. APK സുന്നിയാകുന്നതിനേക്കാൾ നല്ലത് നിരീശ്വരവാദി ആകലാണെന്ന് വരെ ഇവിടെ പറഞ്ഞു. അതെന്തിനാ? നമ്മോടുള്ള ദേഷ്യം തീർക്കാനാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം. മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുക, അതൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു, എന്താണ് പ്രാർത്ഥന നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ? അതൊന്ന് പറയുങ്ങൾ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതിന് ആ സാധനം എന്താണ് പ്രാർത്ഥന പറഞ്ഞാൽ? അഭൗതികമായ അത് കിട്ടാനാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. അഭൗതികമായ, ഭൗതികമോ ഭൗതികമോ ആയ ഏത് കാര്യവും, ഭൗതികവും ഏത് കാര്യവും അള്ളാഹുവിനോട് ചോദിക്കുക. വേറെ ആരോടും പറ്റൂല. വേറെ ആരോടും പറഞ്ഞാൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം, അപ്പൊ എന്റെ ഉമ്മാനോടോ വാപ്പാനോട് ചോദിക്കില്ല, അത് പ്രാർത്ഥനയല്ല. ഉദാഹരണം പറയാം, ഒരു കൺഫ്യൂഷനും ഇല്ല. ഭൗതികവും അഭൗതികവും നിങ്ങൾ പറഞ്ഞല്ലോ, അത് രണ്ടും അള്ളഹാനോടെ ചോദിക്കാൻ പറ്റുള്ളൂ എന്നോ ഭൗതിക അല്ലാത്തവരോടും ചോദിക്കാന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഭൗതിക ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. അല്ല, ഉദാഹരണം ഒന്നും ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞത് ഭൗതികോ അഭൗതികോ അള്ളഹാനോട് ചോദിക്കാന്നാണ്. അങ്ങനെയാണോ? അള്ളാഹുവിനോട് ചോദിക്കാം, അള്ളഹാനോടെ ചോദിക്കാൻ പാടുള്ളൂ. ഭൗതിക ഭൗതികം ഭൗതികമായ കാര്യം ഒരു ഗ്ലാസ് വെള്ളമോ അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഭൗതിക കാര്യം അല്ലാത്തവരോടും ചോദിക്കാം, അള്ളാഹു ഇല്ലാത്തവരോട് ഭൗതിക അല്ലാത്ത കാര്യം ചോദിക്കാം. അത് പ്രാർത്ഥനയാവില്ലല്ലോ. അതെ, എപ്പോഴും പ്രാർത്ഥന ആവില്ല. അതാ ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി, അത് പ്രാർത്ഥന ആവില്ല. പറയുന്നത് അതെ, അത് പ്രാർത്ഥന ആവില്ല. എപ്പോഴാ പിന്നെ പ്രാർത്ഥന ആവല്? ഡോക്ടറെ കാണാൻ പോയി, ഞാൻ പറയാണ് എനിക്ക് അസുഖമാണ്. കുഴപ്പമില്ല. അദ്ദേഹം അപ്പോൾ അതിന് മരുന്ന് തന്ന് കുറിച്ച് പ്രാർത്ഥന അല്ല. പകരം ഞാൻ പോയിട്ട് പറയാണ്, ഡോക്ടറെ നിങ്ങൾ എന്റെ അസുഖം മാറ്റിത്തരൂ എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥനയായി. ഭയങ്കര പ്രാർത്ഥന തന്നെയാണല്ലേ. അപ്പൊ ഡോക്ടറോട് ചെന്നിട്ട് ഞാൻ പറയാണ് എന്റെ അസുഖം ഒന്ന് മാറ്റിത്തരീന്ന് പറഞ്ഞ ഓ മുശ്രിക്കാ? കാരണം അല്ല, ഇത് പറ, ഡോക്ടറോട് ചെന്നിട്ട് പറയാണ് എന്റെ അസുഖം ഒന്ന് മാറ്റിത്തന്നെ, ഓൻ കാഫിറ? ഡോക്ടർക്ക് സ്വയം ആ അസുഖം മാറ്റാൻ അതൊക്കെ പിന്നെ അതൊക്കെ വേറെ അതൊക്കെ ചോദിച്ചു. ഡോക്ടറോട് ചെന്നിട്ട് ഒരാൾ പറയാണ് ഡോക്ടറെ എന്റെ അസുഖം മാറ്റണേ, ഓ മുശ്രിക്കാണോന്നാ ചോദിച്ചു. ഡോക്ടറോട് അഭൗതികമായിട്ട് ഡോക്ടറോട് അഭൗതികമായിട്ട്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞൊരു ചുരുക്കം എന്താന്ന് വെച്ചാൽ, അഭൗതികമായ കാര്യങ്ങൾ അല്ലല്ലാത്തവരോട് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാൻ അല്ലേ? ഈ അഭൗതികം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കഴിയാത്ത എടുക്കുമാനെ 37 ഇങ്ങോട്ട്. അതെ, നിങ്ങൾ കുറെ കാലമായി ഈ പ്രാർത്ഥന ലോകത്ത് ഒരുപാട് സമയമായി ഈ സമുദായത്തെ അഭൗതികമായ കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കലാണ് പ്രാർത്ഥന. അത് അള്ളാഹിനോടെ പറ്റൂ എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട്. ശരിക്കും സ്ക്രീനിലേക്ക് നോക്കിക്കോ. നിങ്ങളെ നേതാവ് സക്കരിയ സ്വലാഹി ആ നിർവചനത്തെ പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞെന്താ? മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കലാണ് പ്രാർത്ഥന. നോക്ക്, ഞങ്ങളെ നശിപ്പിക്കാൻ പോവാണ്. വെക്ക്. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു. അതോടുകൂടി
സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കൈവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്കും ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SIയും ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കൈവിന് അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ കാര്യമാണ്. അതാണ്. അപ്പൊ സുഹൃത്തെ ഇല്ല. ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരൊറ്റ ചോദ്യം, ഈ മുജാഹിദീങ്ങൾക്ക് മൊത്തം മറുപടി പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ മനുഷ്യന്മാർക്ക് കഴിയാത്തത്. അപ്പൊ സക്കരിയ പൊളിച്ചു തന്നു. ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ പ്രാർത്ഥന ഇപ്പൊ തിരിയുണ്ട് എല്ലാവർക്കും. പ്രാർത്ഥന എന്താന്ന് സാധിക്കൊക്കെ ഇതിനെ തിരിഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ സംഭവം. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കഴിയാത്തത് അഭൗതിക കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതൻ പോകട്ടെ, ഒരൊറ്റ പണ്ഡിതനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. മുജാഹിദല്ലാത്ത ഒരൊറ്റ കുട്ടിയും പറഞ്ഞിട്ടില്ല. ഞാൻ ധൈര്യത്തിൽ ഒരൊറ്റ പണ്ഡിതൻ പറ കൊടുക്കുമ്പോ പറയട്ടെ പണ്ഡിതനെ. ഞാൻ ആദ്യം പറഞ്ഞു അല്ല, ആദ്യം ഇത് പറയേ ഒരൊറ്റ പണ്ഡിതൻ. നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ പോക്കറ്റ് നിർത്ത നിർവചനമാണ്, അല്ലെങ്കിൽ ആരാണ് ഈ നിർവചനം പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അല്ല, ഇത് ഈ നിർവചനം ആര് പറഞ്ഞു? ഞാൻ പറയട്ടെ. ഇത് ആ പേരും പറഞ്ഞാൽ മതി. നിങ്ങൾ നിർവചനം പറഞ്ഞു കഴിഞ്ഞു. ഏതാ നിർവചനം? മനുഷ്യന്മാർക്ക് കഴിയാത്തത് അഭൗതികമാണ്. അതന്നെ നിങ്ങളെ ബുക്കിലുള്ളത്. നിങ്ങൾ കുറ്റം പറയുന്നില്ല. നിങ്ങളുടെ ബുക്കിൽ അത് ആര് പറഞ്ഞു? എന്റെ ക്വസ്റ്റ്യൻ അല്ല, ഇതിന് പറയുമോനെ നിക്ക് ഇതാരാ പറഞ്ഞു? നിങ്ങളെ പോക്കറ്റ് നിർത്തതാണോ ആര് പറഞ്ഞതാണോ? എന്റെ ചോദ്യം അല്ല, ഇത് നിങ്ങൾക്ക് ഉത്തരം അറിയില്ല. ആര് പറഞ്ഞ ഈ നിർവചനം? നിങ്ങളെ സ്വന്തം വകയാണോ? ഞാൻ ചോദ്യം ചോദിക്കുന്ന അല്ല, ചോദ്യം ചോദിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഭൗതികമായ കാര്യങ്ങൾ, മനുഷ്യന്മാർക്ക് കഴിയാത്ത കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന. ഇതാര് പറഞ്ഞു? നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? ഇത് എവിടുന്ന് കിട്ടി? ഈ പറയുന്ന കാര്യങ്ങൾ എവിടുന്ന് കിട്ടി? ഖുർആനിലില്ല. ഏതും ഖുർആനിലുണ്ടോ? അതാണെങ്കിൽ അത് തെളിയണം. ഞാൻ വെല്ലുവിളിക്കുന്നു. അഭൗതികമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് ഖുർആനിൽ എവിടെ പറയും? ഒരുപാട് പ്രവാചകന്മാരെ ദുആ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അത് നിൽക്കട്ടെ. അതല്ല അതിരിക്കട്ടെ. അത് പ്രാർത്ഥന അല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ, ഈ നേരത്തെ മറ്റേ ആൾ ചോദിച്ച ആ ചോദ്യം അപ്പം ചോദിക്കുന്നത്, അതായത് മനുഷ്യന്മാർക്ക് കഴിയാത്തത് അഭൗതികമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് ഖുർആനിന്റെ ഒരായത്തുകൾ ഓതി. അത് എവിടെ ഖുർആനിൽ? എനിക്ക് പറയാനുള്ളത് അല്ല, ഇത് പറയാം, അത് പിന്നെ പറയും. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർത്തിയാക്കിയിട്ടേ വേറെ പോവുള്ളൂ. നിങ്ങൾ ഉത്തര ചോദ്യം അവിടെ പിന്നെ പണ്ഡിതന്മാരാന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കഴിയാത്തതാണ് പ്രാർത്ഥന, അത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് ആര് പറഞ്ഞു? ഞാൻ ചോദിക്കുന്നു. ഇല്ല മോനെ, തെറ്റാണ്. ഇത് പറയാ. അത് ആരാ? എവിടുന്ന് കിട്ടിയ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന? ഉസ്താദ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് പിന്നെ എന്തിനത് പറയാൻ പോയി? അറിയാത്ത എന്തിനു പറഞ്ഞു? അറിയാത്തത് എനിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ പറഞ്ഞ തെറ്റാ നിങ്ങൾക്ക് ബോധ്യായോ? ഇല്ല, ബോധ്യമായിട്ടില്ല. എന്തുകൊണ്ടാ ബോധ്യമായില്ല? മനുഷ്യന്മാർക്ക് കഴിയാത്തതാണ് പ്രാർത്ഥന. ഇനിയും നിങ്ങൾ ഇപ്പൊ അതാണോ വിശ്വസിച്ചിരിക്കുന്നത്? ഖുർആനിൽ ഇതിൽ യാതൊരു തെളിവും ഖുർആനിലല്ല ഞാൻ പറയുന്നത് പ്രാർത്ഥനയുടെ നിർവചനം മനസ്സിലാക്കിയെടുത്ത നിങ്ങൾക്ക് തെറ്റിപ്പോയി. അങ്ങനെ ലോകത്താരും പറഞ്ഞിട്ടില്ല. ഉസ്താദ് പറ, ഈ പ്രാർത്ഥന രണ്ടു തരം ഉണ്ടെങ്കിൽ രണ്ട് തരമല്ല. പ്രാർത്ഥന നിർവചനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അങ്ങനെയല്ല. അതൊക്കെ വിട്ടാളി. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. പക്ഷെ പ്രാർത്ഥനയുടെ നിർവചനമായി നിങ്ങൾ പറഞ്ഞൊന്നുണ്ടല്ലോ, അത് നിങ്ങൾ പ്രമാണമില്ലാതെ പറഞ്ഞതാന്ന് പറയും. എന്നാ ഞാൻ പറയാം, എന്താ പ്രാർത്ഥന? ഉസ്താദ് പറഞ്ഞു അല്ല, ഇത് പറയും. നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഏതായാലും പ്രമാണമില്ലാതെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അല്ല, ഇത് പറയൂ. നിങ്ങൾ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥനക്ക് പ്രമാണമില്ല നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഇല്ലേ? പറ. അതെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എന്താ? മനുഷ്യന്മാർക്ക് കഴിയാത്ത ചോദിക്കലാണ് പ്രാർത്ഥന. അതിന് തെളിവില്ല നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടോ? തെളിവ് നിങ്ങൾ എവിടുന്നാണ് ഈ നിർവചനം കിട്ടിയത്? പറ. അതിനു വേണ്ടിയാണ് ഖുർആനിൽ ഒരുപാട് അത് പറ. അത് പിന്നെ നിങ്ങളെ നിരീക്ഷണം, അതെല്ലാം ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു നിർവചനം അത് ആര് പറഞ്ഞു? ഇപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഞങ്ങളോട് നിർവചനം ചോദിച്ചാൽ ഞങ്ങൾ പറയും. ഏത് പണ്ഡിതൻ പറഞ്ഞു, ഏത് ആയത്താക്കി ഞങ്ങൾ പറയും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞു മനുഷ്യന്മാർക്ക് കഴിയാത്തത് അഭൗതിക കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഇതിന് ഉസ്താദിന് ഖുർആനിൽ ഒരു തെളിവ് പറയാൻ സാധിക്കില്ല. ഏതിന് ഉരുണ്ട് കളിക്കുന്ന ആരാന്ന് എല്ലാവർക്കും വ്യക്തമോനെ. ഞാൻ ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം അറിയാം, നിങ്ങൾക്കും മനസ്സിലായി എന്ത്? പ്രാർത്ഥനന്റെ നിർവചനം നിങ്ങൾ പറഞ്ഞത് പൊളിഞ്ഞിരിക്കുന്നു. ഇവിടെ പൊളിച്ചിരിക്കുന്നു. ഈ മുഖാമുഖത്തിൽ വെച്ച് പ്രാർത്ഥന എന്ന് നിങ്ങൾ ഒരുപാട് കാലമായി കെട്ടിയുണ്ടാക്കി 8 കാലി വല ഞങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
നിങ്ങൾ പറഞ്ഞത് മനുഷ്യന്മാർക്ക് കഴിയാത്ത ചോദിക്കലാണ് പ്രാർത്ഥന. അതല്ല പ്രാർത്ഥന. ഇനി എന്താണ് പ്രാർത്ഥന? ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ശരിക്ക് കേട്ടോ, നിങ്ങളുടെ അൽമനാറാണ് ഞങ്ങളെ കയ്യിലുള്ളത്. എന്താണ് അൽമനാറിൽ പറയുന്നത്? ശരിക്കും മനസ്സിലാക്കി പഠിച്ചോളൂ. ദിവ്യത്വമുണ്ടെന്നോ, അതുപോലെ തന്നെ കേട്ടോളൂ, ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കാം. അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്വവും ഒക്കെ തന്നെയും ഇബാദത്തും തൗഹീദുമാകുന്നു. അതിൻ്റെ പിന്നിൽ വ്യത്യസ്ത സങ്കല്പവും തദനുസാരം നമ്മുടെ വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവൻ പല ശൈലികളിൽ ഇത് നിബന്ധനയായി അംഗീകരിച്ചതായി കാണാം എന്ന് ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, നിങ്ങളാണ് വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. ഇത് പണ്ടേ നമ്മുടെ അറബി സക്കാ ഉസ്താദ് പറഞ്ഞതാണ്. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ദിവ്യത്വമുണ്ടെന്നോ ദൈവികമായ കഴിവുകളുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുന്നതിനാണ് ഇസ്ലാമിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോളൂ. അതായത് ഒരാൾ ദൈവമാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഴിവുണ്ടെന്നോ ചോദിക്കപ്പെടുന്ന ശക്തിയിൽ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുന്നതിനാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴും ഞാൻ ചോദിച്ച അല്ല, ഇത് മനസ്സിലായോ? ഈ പ്രാർത്ഥന ഇപ്പൊ തിരിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് തിരിഞ്ഞിട്ടില്ല? എനിക്ക് ഇപ്പൊ ഇവിടെ വിശദമാക്കി തരും. എന്ത് പ്രാർത്ഥന ഈ പറയുന്ന തരത്തില് അള്ളാഹുവിനോട് ചോദിക്കേണ്ട പ്രാർത്ഥനയും മഹാന്മാരോട് അതാ ശരിക്ക് കേട്ടോളൂ. അതാ ദിവ്യത്വം ശരിക്ക് കേട്ടോട്ടോ. ദൈവമാണ്, ഇലാഹാണ്, അള്ളാഹുവാണ് എന്ന് കരുതിയിട്ടുള്ള ഏത് തേട്ടവും അള്ളാഹിനോട് മാത്രം. അതേ സമയത്ത് അള്ളാഹുവല്ല, ദൈവമല്ല, അള്ളാഹു കൊടുക്കുന്ന കഴിവേ ഉള്ളൂ എന്ന് കരുതിയിട്ടുള്ള തേട്ടമൊക്കെ അള്ളാഹു അല്ലാത്തവരോട്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പൊ അള്ളാഹിനോട് നമ്മളൊരു കാര്യം ചോദിക്കുന്നത്, അള്ളാഹു എൻ്റെ ഇലാഹാണ്, അള്ളാഹു എൻ്റെ ദൈവമാണ്, അള്ളാഹു എൻ്റെ റബ്ബാണ്, ആ നിലക്കുള്ള തേട്ടം അത് അള്ളാഹുവിനോട് ഏത് വിഷയമായാലും. അതേ സമയത്ത് എൻ്റെ റബ്ബ് നൽകുന്ന കഴിവ് കൊണ്ട് അവർക്കുള്ള മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കും എന്ന് കരുതിയിട്ടുള്ള തേട്ടം അതാരോടും ചോദിക്കാവുന്നതാണ്, മറ്റുള്ളവരോടും ചോദിക്കാവുന്നതാണ്. തന്നെയല്ലേ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. മക്കാ മുശ്രിക്ക് അവിടെ നിൽക്കട്ടെ. ഇതിപ്പോ നിങ്ങൾക്ക് നിങ്ങളെ പത്രത്തിൽ നിന്ന് ഞാൻ വായിച്ചു തന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഇല്ലേന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഉസ്താദിന്റെ ആ ഉത്തരം എനിക്ക് ബോധ്യപ്പെട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെപ്പറ്റി വിശദീകരിച്ചു. അതെ, ഇപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളെ പുസ്തകം അൽമനാർ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അൽമനാറിൽ വരെ പറഞ്ഞത് ദിവ്യത്വം ചാർത്തിക്കൊണ്ടുള്ള അർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നാണ്. ഒന്നുകൂടി കേട്ടോ, ഞങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ അടുക്കാതിരിക്കാ സക്കരിയാനും കൊണ്ടുപോവാ. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ശരിക്കും ശ്രദ്ധിച്ചോ. അള്ളാഹുവാണെന്ന് കരുതിയിട്ടല്ല, ഞങ്ങളെക്കാൾ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളവരാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ. അവരോട് ഞങ്ങൾ സങ്കടം പറയുന്നു. അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റബ്ബായിട്ടല്ല, അള്ളാഹുവായിട്ടല്ല, അതൊന്നും ആയിട്ടല്ല. അങ്ങനെ ദിവ്യത്വം ചാർത്തിക്കൊണ്ടുള്ള അർത്ഥനക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ പറയൂ. അതാണ് അള്ളാഹു പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അതുപോലെ വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഇതൊക്കെ പറഞ്ഞത് ഈ അർത്ഥത്തിലുള്ള ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ തേട്ടത്തിനെ കുറിച്ച് ഞങ്ങൾ ചെയ്യുന്ന എന്താണ്? അത് സക്കരിയ സ്വലാഹിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പോവാണ്. ശരിക്ക് കേട്ടോ, ഞങ്ങൾ ചെയ്യുന്നതാണ്. സക്കരിയ സ്വലാഹിയോട് ഒരു ചോദ്യം എന്താണ്? യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ. ഒരു ദിവസം യാക്കൂബ് നബിൻ്റെ മക്കൾ വന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഞങ്ങളെ കാര്യങ്ങൾ അള്ളാഹിനോട് പറയണേ. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? യാക്കൂബ് നബിയുടെ മക്കൾക്ക് നേരെ അള്ളാഹുവിനോട് പറഞ്ഞാൽ പോരെ എന്ന ചോദ്യത്തിന് സക്കരിയ സ്വലാഹി നൽകുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടോ, എന്നിട്ട് പറ. ആദ്യം ഉത്തരം ചോദ്യം വെക്ക്, പിന്നെ ഉത്തരം. നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യാക്കൂബ് നബിയുടെ മക്കള് പിന്നെ യാക്കൂബ് നബിനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം. അതിന്റെ ഉത്തരം കേട്ടോട്ടോ. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം.
ഇനി അതിന്റെ തെളിവും കൂടിയാണ് പറഞ്ഞു കൊടുത്തോളൂ സക്കരിയ സലാഹി. എന്നാ വിഷയം തീർന്നു. ഒക്കെ നിങ്ങളെ കൊണ്ടല്ലേ പണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് മറുപടി പറയണോ? ഇത് പറഞ്ഞു തീരട്ടെ. ആകെ ബുദ്ധിമുട്ടി. അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു. അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള. അപ്പൊ എന്തായി? മൂപ്പരേതാല തൊപ്പിയിട്ട് വന്ന് മുതലായി പോയി. അല്ലാഹു തആല ആ അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് സഹായം തേടലും അതുപോലെ തന്നെ അങ്ങനെ പറയലൊക്കെ അത് പറ്റും എന്ന് അദ്ദേഹം തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയോ? പൊറുതിയുണ്ട്, കുഴപ്പമില്ല, പ്രശ്നം ഞങ്ങൾ തീർത്തു തരും. ആ പ്രശ്നം നേരത്തെ സക്കാഫി ഉസ്താദ് പറഞ്ഞ പോലെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളെ ഈ വലിയ വലിയ ആളുകളൊക്കെ 550 ഇവരൊക്കെ വിവരവും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഈ വിഷയത്തിൽ ഇത്രയും തെളിവ് പറഞ്ഞിട്ട്, ഇത്ര ഇമാമിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് വീണ്ടും നിങ്ങൾ പ്രാർത്ഥന പറഞ്ഞു, നിങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തു, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല, ഒന്നിനും കഴിഞ്ഞില്ല. കാരണം എന്താ? നിങ്ങളെ പഠനം ഒന്ന് കളിച്ചു കൊടുക്കുക. ബാലുശ്ശേരിയുടെ വിവരമൊക്കെ ഒന്ന് നിങ്ങൾ കേൾക്കണം. ഒന്ന് വെച്ചു കൊടുക്കുമല്ലോ. ബാലുശ്ശേരി ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യും. ഞാൻ ഹോട്ടലിൽ ചായയും പറഞ്ഞിട്ടുണ്ട്, ഗ്ലാസും കഴിയിട്ടുണ്ട്, പാറക്കുറി പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ നടത്തുന്ന ഹോട്ടൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ ആ പണിയെടുത്ത് നടന്നാൽ പോരെ? അതാണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്. അവിടെയുള്ളൂ. ഞാൻ എൻ്റെ അപ്പുറത്തുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം തരും. ഞങ്ങളത് പറയാൻ തന്നെയല്ല തീരുമാനിക്കുന്നത്. പിന്നെ ഇത് വിഡ്ഢിത്തെല്ലാവരും ഒന്ന് കേൾക്കണ്ട. ഈ പറഞ്ഞൊന്നും തിരിയാത്തത് എന്തുകൊണ്ട് എന്നാണ് ഈ കേൾപ്പിക്കുന്നത്. അയാൾ പറഞ്ഞു കേട്ടോ, നമ്മളെ ബാലുശ്ശേരിന് ഈ ആദി പൊട്ടത്തരങ്ങളാണ് സമുദായത്തെ ഇവർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങ് ബേജാറ് വേണ്ട. ഒന്നിട്ട് പോയത് ബാലുശ്ശേരി പറയട്ടെ. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ ഹാജ മുഹീദ്ദീനിൽ, ജിസ്തിയിൽ, അജ്മീരിയിൽ, നാഗൂരിയിൽ, ബൾബൂരി. എന്താ പതി? ബൾബൂരി ഏറ്റവും വലിയ വിഷയം. അഥവാ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് സഹായം തേടുന്നത് ഇസ്ലാമികമാണ്. അതിന് പ്രമാണമുണ്ട്. പ്രാർത്ഥന എന്നത് വരെ നമ്മൾ വ്യക്തമായി അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ഉദ്ധരണി പറഞ്ഞു. എല്ലാം സമുദായത്തിനിവിടെ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് എല്ലാവരും ഇരിക്കാം. എല്ലാവരും ഒന്നിരി. നമ്മുടെ പ്രവർത്തകരൊക്കെ ഇരിക്കുക. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ നോക്കാൻ നമ്മളെ വളണ്ടിയേഴ്സ് സജീവമാണ്. എല്ലാവരും ഇരുന്നോളൂ. നിർബന്ധം. സുന്നി പ്രവർത്തകരൊക്കെ ഇരിക്കാം. ചോദ്യം എല്ലാവരും കേൾക്കണം. ക്ലിപ്പിങ്ങിൽ കാണിച്ച ചിത്രം അവിടെ പറയുന്നത് എനിക്കിപ്പോ എല്ലാരും ഇരിക്കൂ. എല്ലാരും ഇരിക്കുക, എന്നാലേ ഇത് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ജീവിച്ചിരിക്കുന്ന യാക്കൂബ് നബിയോട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. അത് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന നല്ലൊരു മനുഷ്യരെ കണ്ടാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും ശിർക്കാവില്ല. ജീവിച്ചിരിക്കുന്ന ശരി എല്ലാ ചോദ്യങ്ങൾക്ക് എല്ലാവരും ഇരിക്കും. പ്രസക്തമായ ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇരിക്കുക. എല്ലാവരും ഇരുന്നു. അവിടെ ജീവിച്ചിരിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്നത് തെറ്റല്ല. ആരും ഇതുവരെ എതിർത്തിട്ടില്ല. പക്ഷേ ഇവിടെ എന്താ വിഷയമുള്ളത്? എല്ലാരും കേൾക്കണം. അപ്പോഴേ ഇവിടെ ആ ക്ലിപ്പിംഗ് പറഞ്ഞത് എന്താ? മോനെ പറഞ്ഞോ, ജീവിച്ചിരിക്കുന്ന യാക്കൂബിനെ പിന്നെ ഇടയാളനാക്കാൻ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? തീർത്തു പറയട്ടെ. ബാക്കി പറയും. ഇടയാളനാക്കാന്നല്ല അവിടെ പറഞ്ഞത്. പിന്നെന്താ? അല്ലാഹുവിനോട് ദുആ ചെയ്യാനല്ലേ? അല്ല, ഇടയാളനാക്കാന്നാ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല? കേട്ടിട്ടില്ല? ഇടയാളെന്ന് കേട്ടിട്ടില്ല? ഇടയാളെന്ന് കേട്ടിട്ടില്ല? ജീവിച്ചിരിക്കുന്ന അതെ, ഇടയാളനാക്കാന്നാണ് പറഞ്ഞത്. അത് കേട്ടിട്ടുണ്ടോ? പറയട്ടെ, തീർത്ത് പറയട്ടെ. അല്ല, ഇത് ഇടയാളനാക്കാന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? എന്റെ ചോദ്യം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വിഷയം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള ആളുകളെ ഇടയാളനാക്കാം എന്ന് വ്യക്തമായി അയാൾ പറയുന്നു. എന്താണ് നമ്മുടെ പ്രവർത്തകരൊക്കെ ഒന്നിരിക്കാതെ നമുക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഇവിടെ കാണിച്ച ശരി ഞാൻ ചോദിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന ഹലോ നമ്മുടെ പ്രവർത്തകരൊക്കെ ഒന്ന് അവിടെ ഇരിക്കി. എല്ലാ പ്രവർത്തകരും, നമ്മുടെ പ്രവർത്തകർ നിർബന്ധമായിരിക്കണം. പരിപാടി നമുക്ക് നല്ല ഒരു വിഷയത്തിലാണ് എത്തിയിട്ടുള്ളത്.
ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ വിശുദ്ധ ഖുർആനിലൂടെയോ തിരുഹദീസിലൂടെയോ വിശദീകരിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേൾക്കട്ടെ, സ്വീകരിക്കാൻ പറ്റിയ അതില്ല നിങ്ങൾക്ക് ഈ കാര്യം ഉറപ്പാ? ഒരൊറ്റ കുട്ടിക്കും ഈ മരിച്ചവരോട് ചോദിക്കാന്നുള്ളത് പറ്റൂല എന്നാണോ ഇപ്പൊ നിങ്ങളെ തീരുമാനം? ഇത്രയും കൊട്ടി ഘോഷിച്ചൊരു തെളിവ് കാണിച്ചു നിങ്ങള്. വരുന്നേ ഉള്ളൂ. അല്ല മോനെ, അടുത്ത ഓരോ തെളിവ് പറയുന്ന ഓരോ ആളുകളാണ്. ജീവിതകാലത്തുള്ള തെളിവാണ് ആര് പറഞ്ഞത്? സക്കരിയ സ്വലാഹി പറഞ്ഞത്. ഇനി മരണശേഷമുള്ളത് വേണോ? നമ്മൾ അനസ് മൗലവിയുടെ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ ബേജാറാവണ്ട, കൊണ്ടുപോകാൻ അനസ് മൗലവിയെ. ഓരോന്നിനും ഓരോ സാധനങ്ങളല്ലേ ഞങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത്. നിങ്ങൾ അതാ ഞാൻ ചോദിക്കുന്നത്. ഇനി നിങ്ങൾ വാക്ക് മാറ്റാൻ പാടില്ല. വളരെ കൃത്യമായി നിങ്ങൾ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞു തരാൻ പോവാണ്. ഞാനല്ല, ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ നമ്മുടെ ചർച്ച എത്തി നിൽക്കുന്നു. ആരും ഇവിടെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ഇദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നു, എല്ലാ മുജാഹിദുകളും കേട്ടോളൂ. വഫാത്തായ നബിയോട് ഒരു പ്രവാചകൻ വന്ന് സഹായം തേടുന്നത് വിശാലമായ ഹദീസിൽ നിന്ന് ഞാൻ വായിച്ചാൽ ആ വിഷയം നിങ്ങൾക്ക് സ്വീകാര്യമാകുമോ എന്ന് പറയണം. അല്ല, ഞാനത് വായിച്ച് സ്വീകരിക്കാൻ തയ്യാറാ. പിന്നെ അത് ആ പ്രവാചകനല്ലേ, അത് അങ്ങനെയല്ലേ, അതൊന്നും പറയാൻ പാടില്ല. ഒരു പ്രവാചകൻ, നിങ്ങൾ പറഞ്ഞ എന്താ, വിശുദ്ധ നബിയുടെ ഏതെങ്കിലും ഒരു പ്രവാചകൻ അള്ളാഹു അല്ലാത്ത മരിച്ചവരോട് സഹായം തേടിയിട്ടുണ്ടോന്നാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രവാചകൻ മരിച്ച ആളോട് വന്ന് സഹായം തേടുന്നത് ഞങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ സാധ്യമാണോന്ന് ചോദിച്ചു. അങ്ങനെ നിങ്ങൾ റെഡിയാവും. അല്ല, ഇത് നിങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. ഒരു നബിക്കും ഇത് അനുവദനീയല്ല നിങ്ങൾക്ക് വാദമുണ്ടോ? അതായത് ഖബറിന്റെ സമീപത്ത് എന്ന് അല്ലെങ്കിൽ മരിച്ചവരോട് തേടൽ ഒരൊറ്റ നബിക്കും പാടില്ല എന്നാണോ നിങ്ങളെ വാദം? ഒരൊറ്റ നബിക്കും പാടില്ല എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? എങ്ങനെ? അതായത് ഒരാൾക്കും, ലോകത്ത് ഒരാൾക്കും ഒരു ഖബറിന്റെ അടുത്തും വന്ന് സഹായം തേടാൻ പാടില്ല എന്ന് തന്നെയല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഉറപ്പല്ലേ? എങ്ങനെ ഈ മരിച്ചുപോയ ആള് സഹായിക്കുമെന്ന നിലക്ക് പോലെ വിളിക്കുക? അത് പറ്റുമോ പറ്റൂല എന്നോ നിങ്ങളെ അഭിപ്രായം? അല്ല, അത് പറയും, ഇത് നിങ്ങളെ അഭിപ്രായം പറയും, പറ്റുമോന്നോ പറ്റൂലെന്നോ? പ്രാർത്ഥനയാണെങ്കിൽ പറ്റില്ല. പ്രാർത്ഥന ആണോ? അതിപ്പോ നമ്മൾ തീരുമാനിച്ചു. ഞങ്ങളും പറഞ്ഞു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ദൈവമാണെന്ന് കരുതി. അതല്ല ഞാൻ ചോദിക്കുന്നു. ഇതിപ്പോ ഒന്നുമില്ല. നിങ്ങളെന്താ പേടിക്കുന്നത്? ഞാൻ വ്യക്തമായിട്ടല്ലേ പറയുന്നത്. ഒരു നബി അല്ലെങ്കിൽ ഒരാള് വേറൊരു ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ടൊരു കാര്യം പറയാണ്, അത് ലോകത്താർക്കും പറ്റൂല എന്നല്ല ഇപ്പൊ നിങ്ങളെ വാദം. എന്താണ് പറയുന്നത്? അതല്ല, ഇത് വാദാതിന് പറയ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളെ വാദം ഒന്ന് ഉറപ്പിച്ചു, എല്ലാവരും കേൾക്കട്ടെ. ഇത് ശിർക്കാണ് അല്ലെ? ഒന്നുകൂടി, ഖബറിന്റെ അടുത്ത് വന്ന് ഉത്തരം കിട്ടുമെന്ന രൂപത്തിൽ വിളിക്കൽ ശിർക്കാണെന്നല്ലേ നിങ്ങളത് വാദം? ഉറപ്പല്ലേ? അത് ഉറപ്പില്ല. ഖബറിന്റെ അടുത്ത് വന്ന്, ജാറത്തിന്റെ അടുത്ത് വന്ന് ഈ ജാറത്തിലുള്ള വ്യക്തി കേൾക്കും, ഉത്തരം ചെയ്യും എന്ന രൂപത്തിൽ വിളിച്ചാൽ അത് ശിർക്കാന്നല്ലേ ഇപ്പൊ നിങ്ങളെ വാദം? അല്ല, അള്ളാഹുവിന്റെ ഇപ്പൊ ഉസ്താദ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് എന്താന്ന് പിടികിട്ടി. എന്താണ്? ഏത് പ്രവാചകനാണെന്നും എന്താണെന്നും ഇവിടെ എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് എന്നാ അറിയാം പ്രവാചകൻ ചെയ്തിട്ടുണ്ട്? പ്രവാചകൻ ചെയ്തിട്ടുണ്ടെന്നോ? ഞാൻ അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ലേ? അപ്പൊ പക്ഷെ നിങ്ങൾക്ക് അറിയണ പോലെ അറിയാം. ഞാൻ ഇത് സമ്മതിക്കാൻ വേണ്ടി ഇത് സമ്മതിക്ക്. ഒരു നബി ഏതൊരാളായാലും ഖബറിന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ പറ്റുന്നോ പറ്റൂല നിങ്ങളെ അഭിപ്രായം? ഒരിക്കലും പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ തന്നെ പറഞ്ഞു അഭൗതിക മാർഗത്തിൽ തേടലാ നേരത്തെ പറഞ്ഞ്. ഒരു ഖബറിലുള്ള ആള്, ഖബർ ഇവിടെ ഇല്ല, ഖബറിന്റെ ഉള്ളിലുള്ള ഒരാളോട്, ജാറത്തിന്റെ ഉള്ളിലുള്ള നബിയോട് വന്നിട്ട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ അല്ലേന്നപ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഖുർആന്റെ അടിസ്ഥാനത്തിൽ അത് ശിർക്കാണ്. എന്നാ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആ ഹദീസ് നമ്മൾ പറയാൻ പോവാണ്. നിങ്ങളത് സമ്മതിച്ചേ പറ്റൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അനസ് മൗലവിനെ കൊണ്ടുപോവാ. ശരിക്കും കേട്ടോളൂ. നേരത്തെ നിങ്ങൾ യാക്കൂബ് നബി വന്നപ്പോഴല്ലേ കേട്ടത്? എന്നാ കേട്ടോ, ഇനി തൗഹീദിന്റെ പടനായകനായി ഒരു നബി ഇവിടെ വരാനുണ്ട്. അതാരാ? സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി വരും. ഈസാ നബി വന്നിട്ട് എന്താ ചെയ്യാ? വലിയ ദജ്ജാലിനെ കൊല്ലും. വലിയ ദജ്ജാലിനെ കൊന്നപ്പോൾ വേറെയും ചില ദജ്ജാലികളുടെ ബാക്കി ഉണ്ടാകും. എന്താണ് അവരുടെ വിശ്വാസം? ജാറത്തിന്റെ അടുത്ത് പോകരുത്, ജാറത്തിലുള്ളവരെ വിളിക്കരുത്, അവരോട് സഹായം തേടരുത്, അത് ശിർക്കാണ്. നേരത്തെ പറഞ്ഞു, ഡമസ്കസിൽ വന്ന ഈസാ നബി അലൈഹിസ്സലാം നേരെ പോകുന്നത് റൗദയുടെ സമീപത്തേക്കാണ്. സിരിയയുടെ തലസ്ഥാനമായ ഡമസ്കസിൽ നിന്ന് തന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നേരെ പോകുന്നു റൗദ ഷരീഫിലേക്ക്. എന്നിട്ട് എന്താ റൗദ ഷരീഫിൽ പോയി ചെയ്യുന്നത്? വഫാത്തായ
മൺമറഞ്ഞു പോയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ നബിയെ അവിടുന്ന് വിളിക്കുന്നു, സഹായത്തിന് വേണ്ടി വിളിക്കുന്നു. ഇതോടുകൂടി നിങ്ങൾ ഇതുവരെ പടച്ചുണ്ടാക്കിയ മുഴുവൻ കാര്യങ്ങളും ഇവിടെ തകരുകയാണ്. ഹദീസ് കേൾക്കണോ? നമ്മൾ അനസ് മൗലവി പറഞ്ഞു തരും, പറഞ്ഞു കൊടുക്കേ. ഹദീസ് ശരിക്ക് കേട്ടോ, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവണം. ഇത് മാത്രം മതി വിശ്വസിക്കാൻ. നിങ്ങൾ ഇപ്പോൾ എല്ലാവരും കേട്ടതാണ്, മരിച്ച ആളോട് പറയാൻ പാടില്ല, മരിച്ച ആൾ ഉത്തരം ചെയ്യൂല, മരിച്ച ആളെ വിളിക്കാൻ പാടില്ല, അത് പ്രാർത്ഥനയാണ്, സഹായാർത്ഥനയാണ് ഒക്കെ. അനസ് മൗലവി എന്ന് പറയും, എന്താണ് ഈസാ നബി ചെയ്യുക എന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. ഈസാ നബി അലൈഹി സ്വലാം ഖിയാമത്ത് നാൾ ഇറങ്ങി വരുന്ന രംഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈസാ നബി മരണപ്പെട്ടിട്ടില്ല. ഈസാ നബി എന്ന് പറയുന്ന ദജ്ജാൽ അന്ന് ഭൂമിയിലുണ്ട്. അവൻ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി അത് കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന ദജ്ജാലിന്റെ സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അവൻ അവറാണ്, ഒറ്റക്കണ്ണനാണ്, ഒരിക്കലും റബ്ബഅവറല്ല, ഒറ്റക്കണ്ണനല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലോകം മുഴുവൻ ഫിത്നകൾ ഉണ്ടാക്കുന്ന ദജ്ജാൽ, ആ ദജ്ജാൽ ഇറങ്ങുമ്പോ ദജ്ജാൽ വധിക്കാൻ ഈസാ നബി ഇറങ്ങി വരും ദമസ്കസിൽ. സത്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നും ദമസ്കസിൽ ആ ഈസാ നബി ഇറങ്ങുമെന്ന് പറഞ്ഞ ഭാഗത്ത് ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്ന 15,000-ഓളം ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അറേബ്യ ഭാഷ, അറാമിക് ഭാഷ, ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ആ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. 15,000-ഓളം ആളുകൾ. അവിടുത്തെ നഴ്സറി കുട്ടികൾ വരെ അറാമിക് ഭാഷ സംസാരിക്കും. നബി ഇറങ്ങുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്നവരെന്നുള്ളത് ലോകത്ത്. ആ ഈസാ നബി ഇറങ്ങി വന്നിട്ട് ഈസാ നബി നീതിമാനായ ഭരണാധികാരിയായി വാഴും. ഈസാ നബി നീതിമാനായ ഭരണാധികാരിയാകുമെന്ന് അർത്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാണ്, ഈസാ നബിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട കുരിശുകൾ അദ്ദേഹം തകർക്കും. പിന്നെയോ പന്നികളെ അദ്ദേഹം കൊല്ലും. അതുപോലെ തന്നെ പക, ജനങ്ങൾക്കിടയിലുള്ള പക നീക്കിക്കളയും. അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ സമ്പത്ത് കൊണ്ടുവന്ന് വെക്കും. പക്ഷേ ഈസാ നബി ആ സമ്പത്ത് സ്വീകരിക്കുകയില്ല. പിന്നെ ഈസാ നബി എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഞാൻ ഈസാ നബിക്ക് ഉത്തരം നൽകും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി ശഫീഉനാ റസൂലുള്ളാഹി. കേട്ടോ, ചാരത്തിന്റെ സമീപത്ത് വന്ന് ഈസാ നബി വിളിക്കുകയാണ്.